ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി വിൽപ്പനയിൽ രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിച്ച് NCB. മുഖ്യപ്രതി എഡിസൺ ലഹരി മരുന്ന് വിതരണം ചെയ്തിരുന്ന വിദേശികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. 2 ഓസ്ട്രേലിയൻ പൗരന്മാരെയും ഒരു UK പൗരനെയും പിടികൂടാൻ NCBയുടെ നീക്കം. സഹിൻ ആന്റണി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിനിൽ, അതായത് ഡാർക്ക് വെബ് നമ്മൾക്കറിയാം കേരളത്തെ ഞെട്ടിച്ച ഒരു വലിയ വാർത്തയായിരുന്നു. രാജ്യത്താകമാനം ലഹരിമരുന്ന് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ മൂവാറ്റുപുഴയിൽ നിന്നുകൊണ്ട് ഒരു എഡിസൺ എന്ന് പറയുന്ന ഒരു യുവാവ്, അയാൾ വലിയ രീതിയിൽ ഡാർക്ക് വെബ് വഴി ലഹരിമരുന്ന് കച്ചവടം നടത്തിയിരുന്നു. ആ കേസിൽ NCB ഒരു രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ വിദേശ പൗരന്മാരെ തന്നെയാണ് NCB ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിലെ മുഖ്യപ്രതി കെറ്റാമെലോൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എഡിസന് ലഹരിമരുന്ന് വിതരണം നടത്തിയിരുന്ന 2 ഓസ്ട്രേലിയൻ പൗരന്മാരെയും ഒരു UK പൗരനെയും അവരെ പിടികൂടാനുള്ള ഒരു നീക്കം NCB ആരംഭിച്ചിരിക്കുകയാണ്. അത് കേന്ദ്ര ഏജൻസികളുടെ സഹായം ഇതിനുവേണ്ടി NCB തേടിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇവരെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ തന്നെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ട നടപടികളിലേക്ക് പോകണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രാരംഭഘട്ടം NCB ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ എഡിസനെ ഒരിക്കൽ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് NCB തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കൂടുതൽ അറസ്റ്റിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ കണ്ടെത്തണമെങ്കിൽ ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ബില്ല് ശരി, അങ്ങനെയാണ് NCB പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.